എല്ലാവർക്കും നമസ്കാരം. HDFC Ergo ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള 99% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഏറ്റവും മികച്ച നമ്പർ 1 കമ്പനിയാണ്. HDFC Ergoയുടെ ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒന്നോ രണ്ടോ ന്യൂനതകൾ എന്താണെന്ന് വെച്ചാൽ PD വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് മറ്റു കമ്പനികൾക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷറിനൊക്കെ ഡേ 1 തൊട്ടിന്റെ കവറേജ് ഉണ്ട്, HDFCക്ക് അത് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ മാറ്റർണിറ്റി HDFCക്ക് ഇല്ലല്ലോ, അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലൈൻസ് ആണ് പറയാറുള്ളത്. ആ കംപ്ലൈൻസുകളൊക്കെ തീർക്കാൻ വേണ്ടി കമ്പനി പുതിയ റൈഡേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്ന് ABCD ക്രോണിക് കെയർ റൈഡർ, അതായത് ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസിന് ഡേ 1 തൊട്ട് കവറേജ് വരുന്ന റൈഡർ, പിന്നെ ലിമിറ്റ്ലെസ് റൈഡർ, അതുപോലെ തന്നെ പാരന്റ്ഹുഡ് റൈഡർ, മാറ്റർണിറ്റി റൈഡർ. ഈ 3 റൈഡറുകളെ കുറിച്ച് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ റൈഡറുകൾ വന്നതോടുകൂടി HDFC Ergoയുടെ പോളിസികൾ കൂടുതൽ പവർഫുൾ ആയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യം തന്നെ ABCD ക്രോണിക് കെയർ ആഡ് ഓണിനെ കുറിച്ച് നോക്കാം. അത് കവർ ചെയ്യുന്നത് ആസ്മ, ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, ടൈപ്പ് 2 ഡയബറ്റീസ് എന്നിവയ്ക്ക് ഡേ 1 കവറേജ്. ഡേ 1 കവറേജ് എന്ന് വെച്ചാൽ 31ാമത്തെ ദിവസം, പോളിസി എടുത്ത് 31ാമത്തെ ദിവസം തൊട്ട് തന്നെ കവറേജ് നമുക്ക് ലഭ്യമാണ്. ഈ 4 അസുഖങ്ങൾക്ക് പോളിസി എടുക്കുമ്പോൾ തന്നെ ഇത് ആഡ് ചെയ്യണം. പോളിസി എടുത്ത് ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ റിന്യൂവൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. വൺസ് ഈ റൈഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൈഫ് ലോങ് ഇതുമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നർത്ഥം. അതായത് നമ്മളിപ്പോൾ റൈഡ് എടുത്തു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫാമിലിയിൽ 4 പേരുണ്ട്, അതിൽ ഒരാൾക്കാണ് ഷുഗർ ഉള്ളതെങ്കിൽ ആ വ്യക്തിയുടെ പ്രീമിയത്തിൽ മാത്രമേ ലോഡിംഗ് വരികയുള്ളൂ. അതൊരു പ്രധാന പോയിന്റ് ആണ്. ആളുകളുടെയൊക്കെ സംശയം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള പ്രീമിയം കൂടുകയോ അങ്ങനെ ഇല്ല. ആർക്കാണോ അസുഖം, ഷുഗറോ അല്ലെങ്കിൽ പ്രഷറോ ഉള്ളത് ആ വ്യക്തിയുടെ പ്രീമിയത്തിൽ മാത്രമാണ് ചെറിയ ഒരു 25% വരെയുള്ള ലോഡിംഗ് വരിക. നിങ്ങളുടെ പ്രീമിയം, അതായത് നിങ്ങൾക്ക് ആസ്മ, ബ്ലഡ് പ്രഷർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രീമിയം, നിങ്ങളുടെ പ്രീമിയം അറിയണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രീമിയം എടുത്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. രണ്ടാമത്തെ പ്രധാന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈഡറാണ് ലിമിറ്റ്ലെസ് എന്ന റൈഡർ. അത് എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പ്ലാൻ എടുക്കുന്നു, HDFCയുടെ ഒപ്റ്റിമ സെക്യൂർ പ്ലാൻ എടുക്കുന്നു, 5 lakhs സം അഷ്യൂർഡ് എടുക്കുന്നു വെച്ചാൽ 5 lakh എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് 10 lakhsന്റെ കവറേജ് വരുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു വലിയ ഇല്ലസ് അല്ലെങ്കിൽ വലിയൊരു ആക്സിഡന്റ് വന്നാൽ ഒരു 50 ലക്ഷം രൂപ എക്സ്പെൻസ് ആയി എന്നിരിക്കട്ടെ, എക്സാമ്പിൾ ആണ്. നമുക്ക് 40 ലക്ഷം രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് വെക്കേണ്ടി വരും. കാരണം 10 ലക്ഷമാണ് കവറേജ് ഉള്ളത്, ബാക്കി 40 ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ടി വരും. അത് വളരെ റയർ ചാൻസ് ആണ്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് 40 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും. പക്ഷേ ഈ ലിമിറ്റ്ലെസ് റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു തവണ, അതായത് ഒരു പോളിസിയുടെ ഫുൾ കാലാവധിയിൽ ഒരു തവണ ഈ ഫുൾ എമൗണ്ട് നമുക്ക് കമ്പനി ക്ലെയിം നമുക്ക് അനുവദിച്ച് കിട്ടും. ഇതാണ് ലിമിറ്റ്ലെസ് റൈഡർ. അത് വൺസിനെ വളരെയധികം കുറച്ച് പേർക്ക് വരാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും ലിമിറ്റ്ലെസ് റൈഡർ വളരെ ഒരു പുതിയ ഇന്നോവേഷൻ ആണ്, വളരെ ഒരു നല്ല നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു റൈഡർ ആണ്. ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 10 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഉള്ള സം അഷ്യൂർഡ് എടുക്കുകയാണെങ്കിൽ 1 ടൈം ആണ് ലിമിറ്റ്ലെസ് ആക്റ്റീവ് ആവുന്നത്. പക്ഷേ 50 ലക്ഷം മുതൽ 2 കോടി വരെ സം അഷ്യൂർഡ് എടുക്കുകയാണെങ്കിൽ 2 ടൈംസ് ഈ ലിമിറ്റ്ലെസ്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2 ടൈംസ് ഇങ്ങനത്തെ ലിമിറ്റ്ലെസ് എന്നുള്ള ഫെസിലിറ്റി ആക്ടിവേറ്റ് ആകും. ഇത് സ്റ്റാർട്ട് ഓഫ് ദ പോളിസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. വൺസ് നമ്മൾ ഈ റൈഡിന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ലിമിറ്റ്ലെസ് ആഡ് ചെയ്തു, പിന്നെ നമ്മൾ 2-3 കൊല്ലം കഴിഞ്ഞ് ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഒരു റൈഡർ എടുക്കാൻ സാധിക്കില്ല. അതൊന്ന് ഓർമ്മ വയ്ക്കണം. പ്ലാനിന്റെ പ്രസന്റേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. മൂന്നാമത്തെ റൈഡറാണ് മാറ്റർണിറ്റി റൈഡർ. മാറ്റർണിറ്റി റൈഡിൽ 2 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അതായത് പോളിസി എടുത്തതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞിട്ട് മാറ്റർണിറ്റി ഇതിൽ ആഡ് ഓൺ ആവുകയുള്ളൂ. അതുപോലെ തന്നെ 2 ഡെലിവറി അല്ലെങ്കിൽ 2 ടെർമിനേഷൻ, അതായത് 1 ഡെലിവറി 1 ടെർമിനേഷൻ അല്ലെങ്കിൽ 2 ഡെലിവറി അല്ലെങ്കിൽ 2 ടെർമിനേഷൻ, ഇതാണ് ഇതിൽ കവർ ആവുക, ക്ലെയിം കിട്ടുക. മാറ്റർണിറ്റി നോർമൽ ഓർ സി സെക്ഷൻ ഡെലിവറി ഇതിൽ കവേർഡ് ആണ്. പ്രീനൈറ്റൽ, അതായത് ഡെലിവറിക്ക് മുൻപേ ഉള്ള 180 ഡേയ്സിലുള്ള എക്സ്പെൻസസ് ഇതിൽ കവേർഡ് ആണ്. പോസ്റ്റ് നൈറ്റൽ, അതായത് ഡെലിവറിക്ക് ശേഷമുള്ള 180 ദിവസത്തിലുള്ള എക്സ്പെൻസ് ഇതിൽ കവേർഡ് ആണ്. IVF ട്രീറ്റ്മെന്റ്സ് കവേർഡ് ആണ്. എംബ്രിയോ ഫ്രീസിംഗ് എക്സ്പെൻസും ഈ പ്ലാനിൽ കവേർഡ് ആണ്. ന്യൂബോൺ ഇതിൽ കവേർഡ് അല്ല. ഇത് പ്ലാനിന്റെ മാറ്റർണിറ്റി ആഡ് ചെയ്തിട്ടുള്ള പ്രീമിയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇത് കാണുന്ന വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പ്രീമിയം എടുത്തു തരുന്നതായിരിക്കും.
എനിക്ക് ഈ 3 റൈഡേഴ്സിനെയും പഠിച്ചു നോക്കിയപ്പോൾ ഇതിൽ ആദ്യത്തെ 2 റൈഡേഴ്സ്, അതായത് PD വെയിറ്റിംഗ് റൈഡേഴ്സും ലിമിറ്റ്ലെസ് റൈഡറും വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. പക്ഷേ മെറ്റേണിറ്റി റൈഡർ നല്ല തന്നെയാണ്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നുന്നത്. ഇതാണ് എൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ വരുന്നത്. HDFC എർഗോയുടെ ഈ 3 റൈഡേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.